നിലമ്പൂരിൽ 60 കൊല്ലം ഒന്നും ചെയ്യാത്ത ഇടത് വലത് മുന്നണികൾ പ്രീണന രാഷ്ട്രീയം കളിക്കുന്നതായി ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. ജമാഅത്തെ ഇസ്ലാമിയുമായി പണ്ട് രഹസ്യമായിരുന്നു കോൺഗ്രസിന്റെ കൂട്ടുകെട്ട്. എന്നാൽ ഇപ്പോൾ പരസ്യമായി രംഗത്ത് വന്നിരിക്കുകയാണെന്നും രാജീവ് ചന്ദ്രശേഖർ ജനം ടിവിയോട് നിലമ്പൂരിൽ പറഞ്ഞു. അരുൺ ആലത്തൂർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. നിലമ്പൂരിൽ എൻ.ഡി.എയുടെ തെരഞ്ഞെടുപ്പ് പോരാട്ടം ആവേശകരമായിട്ട് തന്നെ പുരോഗമിച്ചിരിക്കുകയാണ്. ഇപ്പോൾ അതിൻ്റെ രണ്ടാം ഘട്ട പ്രചാരണം പുരോഗമിക്കുന്നുണ്ട്. നാളെ മാനിഫെസ്റ്റോ പുറത്തിറക്കുന്നുണ്ട്. ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ചേരുന്നുണ്ട്. എങ്ങനെയാണ് നിലമ്പൂരിലെ ഒരു പോരാട്ടം മുന്നോട്ട് പോകുന്നത്? നന്നായി പോകുന്നുണ്ട്. അത് എല്ലാവരും നന്നായി ഒറ്റക്കെട്ടായിട്ട് ഈ വികസിത കേരളം, വികസിത നിലമ്പൂർ ആ ഒരു കാഴ്ചപ്പാട് ജനങ്ങളുടെ മുമ്പിൽ വയ്ക്കുന്നുണ്ട്. ഇത് പിന്നെ ഈ ഇവിടെ 60 കൊല്ലം ഈ രണ്ട് മുന്നണികളാണ് ഭരിച്ചത്. അതിൽ 43 കൊല്ലം ജനങ്ങൾ അവസരം കൊടുത്തിട്ടുണ്ട് കോൺഗ്രസ്സിന്. 17 കൊല്ലം ലെഫ്റ്റിനും അവസരം കൊടുത്തു. അവർ മാറി മാറി ഭരിച്ചു. ഒന്നും നടന്നിട്ടില്ല. അപ്പോൾ ഒരു അവസരം തരൂ, ഈ 7 മാസം ഞങ്ങൾ കാണിച്ചു തരാം എന്താ ഞങ്ങളുടെ കഴിവും, ഞങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന വികസനവും ഞങ്ങൾ കാണിച്ചു തരാം. നിലമ്പൂർ ബൈപ്പാസിൻ്റെ ആ പഴയ എത്രയോ കാലം കിടക്കുന്ന ഒരു പ്രശ്നം, ഈ പിന്നെ കോഴിക്കോട് നിലമ്പൂർ ഗുഡലൂർ ഹൈവേനെ നാഷണൽ ഹൈവേ ആക്കുക, ഇവിടുത്തെ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിൽ ഒരു ക്യാൻസർ സ്പെഷ്യാലിറ്റി ഹബ്ബ് ആക്കി മാറ്റുക, പിന്നെ റെയിൽവേ വികസനം, ആ നിലമ്പൂർ നഞ്ചൻഗൂഡ് ആ ഒരു എത്രയോ കാലമായിട്ട് പരിഹരിക്കാണ്ട ഒരു കിടക്കുന്ന ഒരു ലൈന്, അതിൻ്റെ കാര്യങ്ങളും ഞങ്ങൾ തുടങ്ങാൻ തയ്യാറാണ്. 7 മാസം തരൂ, ഞങ്ങൾക്കൊരു അവസരം തരൂ. എത്രയോ അവസരങ്ങൾ ഈ രണ്ട് മുന്നണികൾക്ക് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് 7 മാസം കഴിഞ്ഞ് ഞങ്ങൾ പ്രവർത്തിച്ചിട്ടില്ലെങ്കിൽ ഒരു പുതിയ ഇലക്ഷൻ വരുമല്ലോ, ആ ഒരു പുതിയ MLA-നെ നിങ്ങൾ ചൂസ് ചെയ്തോളൂ. അതാണ് ഞങ്ങൾ മുമ്പോട്ട് വയ്ക്കുന്നത്. ഈ വികസന രാഷ്ട്രീയമാണ് ജനങ്ങൾക്ക് വേണ്ടത്. വികസന നിലമ്പൂരിൻ്റെ ഒരു കാഴ്ചപ്പാട് ഞങ്ങൾ മുമ്പോട്ട് വയ്ക്കുന്നു. ഞങ്ങൾ അതിനുവേണ്ടി അധ്വാനിക്കാൻ തയ്യാറാണെന്ന് ജനങ്ങൾ പോയിട്ട് പറയുന്നു. ഈ പഴയ ഒരു രാഷ്ട്രീയം, ഈ പവർ പോളിറ്റിക്സ്, ഈ കോൺഗ്രസിൻ്റെയും LDF-നും നുണ പറഞ്ഞ് ജനങ്ങളെ വിഭജിച്ച് ഇനിയിപ്പോൾ കാണുന്നത് ഒരു നാണമില്ലാത്തൊരു പ്രീണന രാഷ്ട്രീയം, ജമാഅത്തെ ഇസ്ലാമിയും മദനിയും ൻ്റെ പിന്തുണയോടുണ്ട്. ഈ രണ്ട് മുന്നണികൾ, ഇതുവരെ 60 കൊല്ലം ഒന്നും ചെയ്യാത്ത മുന്നണികൾ ഇന്ന് പ്രീണന രാഷ്ട്രീയം ചെയ്യാൻ ഇറങ്ങുന്നു. ഈ ഇടത് വലത് മുന്നണികൾ കൃത്യമായിട്ട് ജനകീയ വിഷയങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നില്ല എന്ന് തോന്നിയിട്ടുണ്ട്. അതായത് ആദ്യം മലപ്പുറം സംബന്ധിച്ചൊരു വിവാദമായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അത് ഈ ജമാഅത്ത് ഇസ്ലാമിയും PDP ആയി. ഇപ്പോൾ ഒരു പുതുതായിട്ട് പെട്ടി വിവാദം എന്നൊക്കെ പറഞ്ഞ് അവർ നോക്കൂ, അവർക്ക് എത്രയോ തവണ ജനങ്ങൾ അവസരം കൊടുത്തതല്ലേ ഭരിക്കാൻ. അവർ ഒന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ടല്ലേ ഇതുവരെ ഒരു വാക്കും കൂടി പറഞ്ഞില്ല. ഒരു പഴയ പ്രശ്നം, മലയോര ജനങ്ങളുടെ പ്രശ്നങ്ങളോ ഈ വന്യമൃഗശല്യം അതിനെ കുറിച്ച് പറയാനോ, ഈ നിലമ്പൂർ ബൈപ്പാസിനെ കുറിച്ച് പറയാനോ, ഇവിടെ കുട്ടികൾക്ക് അവസരങ്ങളും തൊഴിൽ കൊണ്ടുവരാൻ എന്തെങ്കിലും പറയുന്നുണ്ടോ? പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഹൈവേനെ കുറിച്ച് എന്തെങ്കിലും പറയുന്നുണ്ടോ? ഹോസ്പിറ്റലിനെ കുറിച്ച് പറയുന്നുണ്ടോ? സ്റ്റേഡിയമിനെ കുറിച്ച് പറയുന്നുണ്ടോ? ഒന്നും പറയുന്നില്ല. ഇവർ മാറി മാറി ഭരിച്ച ഈ രണ്ട് മുന്നണികൾ വികസനത്തിനെക്കുറിച്ചോ ജനങ്ങളുടെ പ്രശ്നങ്ങളെക്കുറിച്ചോ ജനങ്ങളുടെ വേദനയെക്കുറിച്ചോ ജനങ്ങളുടെ വിഷമങ്ങളെക്കുറിച്ചോ ഒരു വാക്കും പറയുന്നില്ല. റീലിംഗ് ഉണ്ടാക്കുക, ഒരു പൂവ് പിടിച്ച് ലെഫ്റ്റിൻ്റെ കാൻഡിഡേറ്റ് ഇങ്ങനെ ഒരു പാട്ട് പാടുക, പിന്നെ കോൺഗ്രസിൻ്റെ 3-4 ആൾക്കാർ ഇരുന്ന് റീലുണ്ടാക്കി ഓരോന്ന് പറയുക. ഈ കോൺസ്റ്റിറ്റ്യൂഷൻ എടുത്ത് രാഹുൽ ഗാന്ധി പുറത്തു പോയി ഇന്ത്യൻ്റെ കോൺസ്റ്റിറ്റ്യൂഷൻ ഡേഞ്ചറാണെന്ന് പറഞ്ഞു നടക്കുന്ന ഒരു കോൺഗ്രസ് പാർട്ടിയാണ് ഇന്ന് ജമാഅത്തെ ഇസ്ലാമിൻ്റെ ഒപ്പം എലക്ഷൻ മത്സരിക്കുന്നത്. കുറച്ചെങ്കിലും നാണം ഉണ്ടാവണ്ടേ? നാണമില്ല. അപ്പോൾ അവരൊരു രാഷ്ട്രീയം നമ്മുടെ പഴയ സ്റ്റൈൽ രാഷ്ട്രീയമാണ് പവർ പോളിറ്റിക്സ്, അവസരവാദ രാഷ്ട്രീയം. ഞങ്ങൾ മുമ്പോട്ട് വയ്ക്കുന്നത് വികസന രാഷ്ട്രീയം, ജനങ്ങളുടെ ജീവിതത്തിൽ വ്യത്യാസം കൊണ്ടുവരാൻ, നന്നാക്കാൻ, ഗുണം കൊണ്ടുവരാനൊരു രാഷ്ട്രീയം, നാടിനെ നന്നാക്കാനൊരു രാഷ്ട്രീയം. ഇതാണ് ഞങ്ങൾ മുമ്പോട്ട് വയ്ക്കുന്നത്. ഇതാണ് രണ്ട് മുന്നണികളുടെയും, അത് LDF UDF ഒരു സൈഡിലും NDA ഒരു സൈഡിൽ ഒരു വ്യത്യാസം. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മുഖ്യമന്ത്രി ഇവിടെയുണ്ട്. മുഖ്യമന്ത്രി ഇസ്രായേലിനെ തെമ്മാടി രാഷ്ട്രം എന്ന് പറയുന്നു, എന്നാൽ പാകിസ്ഥാനെ ഒന്നും മറുവശത്ത് പറയുന്നില്ല. അത്തരത്തിലുള്ള ഒരു വിമർശനങ്ങൾ ഉയരുന്നുണ്ട്. ഇതല്ല ഞാൻ പറയുന്നത്. ഇവർക്ക് ഈ നാടിനെ കുറിച്ചോ ഈ നാടിൻ്റെ ജനങ്ങളുടെ വിഷമങ്ങളോ പ്രശ്നങ്ങളെ കുറിച്ച് പറയാനൊന്നുമില്ല. അത് വിട്ട് വേറെ എല്ലാ ഇഷ്യൂസും അവർ ഭയങ്കര എക്സ്പെർട്ടായിട്ട് മുമ്പോട്ട് വരും. ഇസ്രായേൽ, ഇറാൻ, പാലസ്തീൻ, അവിടെ ഇരിക്കട്ടെ.
ഇവിടുത്തെ റെയിൽവേ വികസനം, ഇവിടുത്തെ ഹൈവേ റോഡിൻ്റെ പ്രശ്നങ്ങൾ, ഇവിടുത്തെ കുട്ടികൾക്ക് തൊഴിലും ജോലിയും, അതിനെക്കുറിച്ച് ഒരു ഹോസ്പിറ്റലിനെ കുറിച്ച് പറയൂ, എന്തെങ്കിലും സംസാരിക്കൂ. അതല്ലാണ്ട് ജനങ്ങളെ ഡിസ്ട്രാക്റ്റ് ചെയ്യാൻ ഇവിടെ വന്ന് ഒരു 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 നേക്കഡ് പ്രീണന രാഷ്ട്രീയം ചെയ്യുന്ന കാര്യങ്ങൾ LDFും UDF ചെയ്യുന്നു. ജനങ്ങൾക്ക് മടുത്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവർക്കൊരു മാറ്റം വേണമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ മാറ്റം വരുമോ വരില്ലയോ നമുക്ക് ഈ ഇലക്ഷനിൽ കാണാം. ഈ വന്യജീവി വിഷയങ്ങളും മണ്ഡലത്തിൽ വലിയ ചർച്ചയാണ്. ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിനിടെയാണ് അനന്തു എന്നുള്ള ഒരു 15 വയസ്സുകാരൻ ഷോക്കേറ്റ് മരിക്കുന്ന ഒരു സ്ഥിതിയുണ്ട്. അതിലും NDA കൃത്യമായിട്ട് ഇവർ എന്തെങ്കിലും പറയുമ്പോൾ കേന്ദ്ര സർക്കാരിനെയാണ് അതിൽ പഴിചാരുന്നത് പലപ്പോഴും. അതൊരു നുണയാണ്. അത് ഭൂപേന്ദർ യാദവ് ജി, നമ്മുടെ ബഹുമാനപ്പെട്ട എൻവയറൺമെൻറ്റ് മിനിസ്റ്റർ, അവിടെ ഒരു വ്യക്തമാക്കിയല്ലോ, കൃത്യമായി പറഞ്ഞല്ലോ. ഇവർക്ക് ഈ വൈൽഡ് ലൈഫ് റൈറ്റ്സ് ആക്ട് അമെൻമെൻറ്റ് ബിൽ 2023 കീഴ് അതിൽ ഇവർക്ക് എല്ലാവിധ പവറുണ്ട്. പഞ്ചായത്തിന് പവർ കൊടുക്കാൻ, ഈ വെർമിനെ കൊല്ലാൻ സെക്ഷൻ 11 ഒറ്റപ്പാലം മുനിസിപ്പാലിറ്റി ചെയ്തു. അത് LDFിൻ്റെ സർക്കാരല്ലേ. അപ്പോൾ ഒരു സ്ഥലത്ത് അവർ ചെയ്യുന്നുണ്ട്, ഇവിടെ ചെയ്യുന്നില്ല. എന്താണ് കാരണം എന്ന് ചോദിച്ചാൽ എനിക്ക് ഒരു ഡൗട്ടുമില്ല, ഒരു സംശയമില്ല. ഇവർക്ക് മലയോര മേഖല ജനങ്ങളുടെ വോട്ട് കിട്ടുന്നില്ല. അതുകൊണ്ട് അവരെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഇവർക്ക് ഒരു താല്പര്യമില്ല, ആര് LDF. അതുകൊണ്ട് ഇവിടുത്തെ പഞ്ചായത്തിന് അവർ ആ പവർ കൊടുക്കുന്നില്ല. 15 വയസ്സായ ഒരു കുട്ടി മരിക്കുന്നത് ഒരു നിസ്സാര കാര്യമല്ല. അത് എത്രയോ ഈ സർക്കാരിന് ഒരു കുറച്ചെങ്കിലും ഒരു എംപത്തി ഉണ്ടെങ്കിൽ അത് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാവുന്ന കാര്യമായിരുന്നു. ചെയ്തില്ല. BJP സംസ്ഥാന അധ്യക്ഷനായ രാജീവ് ചന്ദ്രശേഖർ, അദ്ദേഹത്തിൻ്റെ പ്രതികരണമാണ് കേട്ടത്. BJPയെ സംബന്ധിച്ചിടത്തോളം, NDAയെ സംബന്ധിച്ചിടത്തോളം വികസനമാണ് തെരഞ്ഞെടുപ്പിൽ പ്രധാനമായിട്ടും മുന്നോട്ട് വെക്കുന്നത് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. കേവലം ഇടത് വലത് മുന്നണികൾ വിവാദങ്ങളെ കൊഴുപ്പിക്കുമ്പോൾ വിവാദമല്ല, നിലമ്പൂരിലെ ജനങ്ങളുടെ വികസനം, അവരുടെ ജീവൽ പ്രശ്നങ്ങളാണ് NDA ചർച്ച ചെയ്യുന്നത് എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം പറയുന്നത്. PR മനൂപിനൊപ്പം അരുൺ ആലത്തൂർ, ജനം, നിലമ്പൂർ.